ഹായ് സ്റ്റുഡൻസ്, ഇന്ന് പ്രോബബിലിറ്റിയിലെ ഒരു പ്രോബ്ലമാണ്. ഇതാണ് പ്രോബ്ലം. ഇൻ എ ഹോസ്റ്റൽ 60% ഓഫ് ദി സ്റ്റുഡൻസ് റീഡ് ഹിന്ദി. ഒരു ഹോസ്റ്റലിൽ ആകെയുള്ള കുട്ടികളിൽ 60% ഹിന്ദി ന്യൂസ് പേപ്പർ വായിക്കും. 40% ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കും. നമുക്ക് നോക്കാം. ഹിന്ദി ന്യൂസ് പേപ്പർ വായിക്കുന്നവർ ആകെ സ്റ്റുഡൻസ് 60% എന്ന് പറയുമ്പോൾ ആകെ സ്റ്റുഡൻസ് 100% ആയിട്ട് എടുക്കാം. അപ്പോൾ ഹിന്ദി വായിക്കുന്നവർ, അതായത് P(H) ഹിന്ദി വായിക്കുന്നവർ എത്രയാണ്? 60% ഓഫ് ദി സ്റ്റുഡൻസ് റീഡ് ഹിന്ദി. അപ്പോൾ 60/100, അതല്ലേ 60%. ഇനി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്നവർ എത്രയാണ്? P(E) ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ 40 അതിനകത്ത് 40% ഇംഗ്ലീഷ് വായിക്കും. ഓക്കെ, ഇനി വായിച്ചു പോവാം. എ സ്റ്റുഡൻറ്റ് ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം. 20% റീഡ് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹിന്ദിയും ഇംഗ്ലീഷും വായിക്കുന്നവർ എത്രയാണ്? 20%. ഇത്രയും ഡേറ്റകൾ നമുക്ക് തന്നിട്ടുണ്ട്. 60% ഹിന്ദി വായിക്കും, 40% ഇംഗ്ലീഷ് വായിക്കും, 20% ഹിന്ദിയും ഇംഗ്ലീഷും വായിക്കും. ഓക്കെ, എന്താണ് ചോദ്യം? എ സ്റ്റുഡൻറ്റ് ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം. ഒരു സ്റ്റുഡൻറ്റ് സെലക്ട് ചെയ്യപ്പെട്ടാൽ ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഷീ റീഡ്സ് നെയ്തർ ഹിന്ദി നോർ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ തിരഞ്ഞെടുത്താൽ അയാൾ ഹിന്ദിയോ ഇംഗ്ലീഷോ വായിക്കുന്ന ആളായിരിക്കരുത്. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും വായിക്കില്ല, ഹിന്ദി ന്യൂസ് പേപ്പറും വായിക്കില്ല. അപ്പോൾ എന്താണ് നമുക്ക് കാണേണ്ടത്? ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. നമുക്കിവിടെ കാണേണ്ടത് P(of) ഹിന്ദിയും വായിക്കരുത്, ഹിന്ദിയും വായിക്കില്ല, ഇംഗ്ലീഷ് വായിക്കില്ല. അങ്ങനെയുള്ള ഒരു സ്റ്റുഡൻറ്റിനെയാണ് കാണേണ്ടത്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ എണ്ണമാണ് കാണേണ്ടത്. ഇത് കാണാനൊരു ഫോർമുല ഉണ്ട്. നമുക്കിതൊക്കെ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, ചെറുതാക്കിയിട്ട് ചെയ്യണമെങ്കിൽ ചെറുതാക്കിയിട്ട് ചെയ്യാം. 60/100 എന്ന് പറയുമ്പോൾ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3/5 ആണ്. 40/100 എന്ന് പറയുമ്പോൾ നമുക്ക് 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2/5 ആണ്. 20/100നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/5 ആണ്. ഇവിടെ നോക്കുക, ഈ P(H)ഉം P(E) കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ P(A)*B, അതായത് H*E കിട്ടുമോ? 3 × 2 6, 6/25. ഇത് 1/25, 1/5 ആണ്. 25-ലാക്കിയാൽ 5/25 വരികയുള്ളൂ. അപ്പോൾ P(E) ഇൻറ്റു P(H) എന്ന് പറയുന്നത് P(H)*E അല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് മതിയാവും. എന്താ? ഹിന്ദിയോ ഇംഗ്ലീഷോ വായിക്കാത്തവരെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? P(H)(E) കോംപ്ലിമെൻറ്റ്, H(E) കോംപ്ലിമെൻറ്റ് ഇത് നമ്മൾ കാണും. എങ്കിലാണ് ഹിന്ദിയോ ഇംഗ്ലീഷോ വായിക്കാത്ത ആളെ കിട്ടുകയുള്ളൂ. കാരണം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യുന്നില്ല? ഇത് കിട്ടുന്നില്ല. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് അല്ല. ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യായിരുന്നു? P(H) കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ഈ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് P(H) കോംപ്ലിമെൻറ്റ് ഇൻറ്റു P(E) കോംപ്ലിമെൻറ്റ് എന്ന് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇത് ഇൻഡിപെൻഡൻ്റ് അല്ല. P(H) ഇൻറ്റു P(E) മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ P(H) ഇൻ്റർസെക്ഷൻ ഈ കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാനേ കഴിയുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? H(E) ആദ്യം കണ്ടുപിടിക്കണം. H(E) ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ H(E) നമ്മൾ കണ്ടുപിടിച്ച ശേഷം മാത്രമേ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ H(E) എന്താണ്? H(E) P(H)(E) ഹിന്ദിയോ ഇംഗ്ലീഷോ വായിക്കുന്ന കുട്ടികൾ അത് കണക്കാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? P(H) പ്ലസ് P(E) മൈനസ് P(H) ഇൻ്റർസെക്ഷൻ E. H*E എന്നാണ്. തെച്ചാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. P(H) എന്ന് പറഞ്ഞാൽ എന്താണ്? P(H) ഹിന്ദി വായിക്കുന്നവർ 3/5 ആണ്, ഹിന്ദി ന്യൂസ് പേപ്പർ വായിക്കുന്നവർ, പ്ലസ്
POV ഇംഗ്ലീഷ് വായിക്കുന്നവർ 2/5 ആണ്. മൈനസ് രണ്ടും വായിക്കുന്നവർ POH_E രണ്ടും വായിക്കുന്നവർ 1/5 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 2 5 5/5 മൈനസ് 1/5 ഈക്വൽസ് 4/5 കിട്ടി. 4/5 നമുക്ക് കാണേണ്ടത് എന്താണ്? ഇതാണ് കാണേണ്ടത്. എന്താണ് കാണേണ്ടത്? POH യൂണിയൻ F ഇവിടെ കിട്ടിയല്ലോ, അതിൻ്റെ കോംപ്ലിമെൻ്റാണ് കാണേണ്ടത്. അതായത് 1 നിന്ന് 4/5 കുറയ്ക്കണം. അപ്പോൾ എന്താണ്? 1/5 കിട്ടും. 1/5 ആണ് ഇംഗ്ലീഷോ ഹിന്ദിയോ വായിക്കാത്ത കുട്ടികളുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി അതിനകത്തുണ്ട്. എന്താണ്? നമുക്ക് നോക്കാം. ഇഫ് ഷീ റീഡ്സ് ഹിന്ദി ന്യൂസ് പേപ്പർ, അവൾ ഹിന്ദി ന്യൂസ് പേപ്പർ വായിക്കുന്ന കുട്ടിയാണ്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഷീ റീഡ്സ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. അപ്പോൾ ഹിന്ദി ന്യൂസ് പേപ്പർ വായിക്കുന്ന കുട്ടിയാണ്, അവളുടെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്ന കുട്ടി ആയിരിക്കണം അവൾ. അതിനുള്ള പ്രോബിലിറ്റി ആണ്. അപ്പോൾ എന്താണ്? ഹിന്ദി ന്യൂസ് പേപ്പർ വായിക്കുന്നതായിരിക്കണം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അവൾ ഇംഗ്ലീഷ് കൂടി വായിച്ചിട്ടുണ്ടാവണം. അപ്പം നമുക്ക് എന്ത് പ്രോബിലിറ്റിയാണ് കാണേണ്ടത്? ഇംഗ്ലീഷിൻ്റെ പ്രോബിലിറ്റി. അതായത് അവൾ ഹിന്ദി ന്യൂസ് പേപ്പർ വായിക്കുന്നത് കുട്ടിയാണെങ്കിൽ നമ്മൾ അവളെ സെലക്ട് ചെയ്താൽ അവൾ എന്തായിരിക്കണം? ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്നതായിരിക്കണം. അങ്ങനെ അപ്പോൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്ന പ്രോബിലിറ്റിയാണ് കാണുന്നത്, കണ്ടീഷണൽ പ്രോബിലിറ്റിയാണ് കാണുന്നത്. അതെന്താണ്? ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്ന പ്രോബിലിറ്റി കാണണം. പക്ഷേ അവൾ ഹിന്ദി ന്യൂസ് പേപ്പർ വായിക്കുന്ന ആളായിരിക്കണം. അങ്ങനെ പറഞ്ഞാൽ POV ഗിവൺ H. അതെന്താണ്? POV/H/POH ആണ്. കഴിഞ്ഞ വീഡിയോസ് കാണാതെ ഇടയ്ക്കൊരു വീഡിയോസ് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല എന്ന് പരാതി അയക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് ഈ പ്രോബ്ലമൊക്കെ ഒന്നാമത്തെ പാർട്ട് മുതൽ കണ്ടാൽ മാത്രമേ മാത്തമാറ്റിക്സ് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ കണ്ടിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിൻ്റെ ആദ്യത്തെ അവസാനം എന്താണ്, അവസാനത്തെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല. നിങ്ങൾ ആദ്യം 1ാം ക്ലാസ്സിൽ പഠിക്കാൻ 10ാം ക്ലാസ്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവുമോ? ഇല്ല. അപ്പോൾ എല്ലാ പാർട്ടും കാണേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ വെറുതെ ചുമ്മാ ഓടിച്ചിട്ടത് കണ്ടിട്ട് മനസ്സിലാക്കാതെ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പരാതി പറയുന്നതിൽ ഒരു കാര്യമില്ല. ഇത് മാത്തമാറ്റിക്സാണ്, അല്പം പാടുള്ള വിഷയമാണ്. എല്ലാ നിയമങ്ങളും അറിഞ്ഞ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ POV/H ആണെന്ന് ഫോർമുലയിൽ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ പ്രോബ്ലം കാണാവുന്ന പാർട്ടുണ്ട്. അത് കാണുക, അത് കണ്ടിട്ട് ഇത് കാണുക. അപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന പ്രോബ്ലംസ് പ്രത്യേകം എടുത്ത് ചെയ്യാവുന്ന പലരും ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. അത് ഈ ക്വസ്റ്റ്യനാണ് വരുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പരീക്ഷയ്ക്ക് ഇത്ര നാളും വന്ന സൈസ് ക്വസ്റ്റ്യൻ മാത്രം സെലക്ട് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. എല്ലാ പാട്ടും കണ്ടേ തരൂ. 1 2 പാട്ട് കണ്ടിട്ട് ജയിക്കാമോ എന്നാണ് പലരും നോക്കുന്നത്. എളുപ്പവഴി. അതിനും ക്ഷമയില്ല. അങ്ങനെ ജയിക്കാനുള്ള സംവിധാനമാണോ +2 ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അല്ല. അപ്പോൾ ഞാൻ 1000 കണക്കുണ്ടെങ്കിൽ അതിനകത്ത് 50 എണ്ണം പോലും ഞാൻ ചെയ്യിപ്പിക്കുന്നു. 50 എണ്ണം ചെയ്യുന്നുള്ളൂ. ആ 50 എണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യണം, അല്ലാതെ ജയിക്കുകയൊന്നുമില്ല. ഇതെല്ലാം കഴിയുമ്പോൾ പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ ആൻസർ ചെയ്യാൻ നോക്കാം. പക്ഷെ ഇത് നിങ്ങൾ പഠിച്ചോ? ഇത് പഠിച്ചാൽ വേറെ എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഏത് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ധൈര്യമായിട്ട് നിങ്ങൾ പഠിച്ചോ. ഇപ്പം നമുക്ക് എന്ത് കാണാം? POV/H കാണാം. POV/H. POV/H എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണെന്നറിയാം. POV/H 1/5 ആണ്. POH 3/5 ആണ്. POV 2/5 ആണ്. അപ്പം ഇതെന്തെന്ന് പറയുന്നതാണ്? ഇത് 1/5 ആണ്. ഡിവൈഡ് ബൈ POH എന്താണ്? 3/5 ആണ്. ഇത് 3/5. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിത് 1/5 ഡിവൈഡ് ചെയ്യാൻ അതിൻ്റെ റെസിപ്രോക്കൽ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്കിത് ഇതും കട്ടുപോയതുപോലെ 1/3 ആണ്. 1/3 കുട്ടികൾ ആകെയുള്ളതിൻ്റെ 1/3 കുട്ടികളാണ്. എന്താണ്? അവർ ഇംഗ്ലീഷ് വായിക്കാനുള്ള പ്രോബിലിറ്റി. പക്ഷേ അവർ ഹിന്ദി വായിച്ചവർ ആയിരിക്കണം. ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കഴിവതും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൻ്റെ വ്യൂ ഒക്കെ വളരെ കുറവാണ്, വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുക. അവർ കൂടി രക്ഷപ്പെടട്ടെ.